എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 25 കിലോ കഞ്ചാവുമായി മലയാളികൾ ഉൾപ്പെടെ 4 പേർ പിടിയിലായി. ഒഡീഷയിൽ നിന്ന് ടാറ്റാനഗർ എക്സ്പ്രസിലാണ് സംഘം കഞ്ചാവ് കേരളത്തിലെത്തിച്ചത്. സമാനമായ കഞ്ചാവ് വേട്ട ഈ പരിസരത്ത് ഏറുകയാണ്. ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ചാണ് ലഹരി സംഘം കേരളത്തിൽ പിടിമുറുക്കുന്നത്. ഇന്നു പുലർച്ചെ 2 മണിയോടെ ടാറ്റാനഗറിൽ നിന്നെത്തിയ ട്രെയിനിലാണ് 2 സ്യൂട്ട്കേസിലും ഒരു ബാഗിലുമായി 25 കിലോ കഞ്ചാവ് എത്തിച്ചത്. ബംഗാൾ മുർഷിദാബാദ് സ്വദേശികളായ പിയാറുൾ, സമീറുൾ എന്നിവരാണ് പിടിയിലായത്. ഒഡീഷ ആന്ധ്രാപ്രദേശ് അതിർത്തിയിൽ നിന്ന് മുർഷിദാബാദ് സ്വദേശി സമീറുൾ കഞ്ചാവ് കൊണ്ടുവന്നു. ഇത് വാങ്ങാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മലയാളികളായ ലത്തീഫും സിറിളും മുർഷിദാബാദ് സ്വദേശി പിയാറുളും വലയിലായത്. വിശദമായ പരിശോധനകൾ നടത്തി വരുന്നതിനിടയിലാണ് ഇങ്ങനെയുള്ള ഒരു ഇത് ഇപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിൽ 3ാമത്തെ ഇൻസിഡൻ്റാണ്. 91ഓളം കിലോയോളം കഞ്ചാവുകൾ ഇപ്പോൾ ഈ 3 ഇൻസിഡൻറ്റുകളുമായി പിടിച്ചെടുക്കുകയുണ്ടായി. 8 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. റെയിൽവേ പോലീസിന്റെ ഡാൻസാഫും RPFന്റെ CBDSും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് കഞ്ചാവ് വേട്ട. ഈ കഴിഞ്ഞ 10 ദിവസത്തിനിടെ ടാറ്റാനഗർ എക്സ്പ്രസിൽ നിന്ന് മാത്രം 90 കിലോ കഞ്ചാവാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയാനായി റെയിൽവേ പോലീസ് മേധാവി ഷഹൻഷാ IPSും DYSP ജോർജ് ജോസഫും ദീർഘദൂര ട്രെയിനുകളിൽ പരിശോധനാ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.